മിന്നൽ മുരളി ഞാൻ ബൈച്ചേട്ടനെ പേടിപ്പിച്ച് നിർത്തിയതാണ്. ബൈച്ചേട്ടൻ ലേറ്റ് ആയിട്ടൊക്കെ വന്നപ്പോൾ ഇനി മേലെ ലേറ്റ് ആയിട്ട് വന്നാലെന്ന് പറഞ്ഞു. പിന്നെ ബൈച്ചേട്ടൻ എല്ലാ ദിവസവും സമയത്ത് വരും, പേടിപ്പിച്ചാൽ മതി. ഞാൻ തന്നെ വാവ എന്ന് വിളിച്ച് വളരെ ക്യൂട്ടായിട്ട് തന്നെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ അപ്ലോസ് കിട്ടിയൊരു സ്റ്റാർ ആണല്ലേ ഈസ്റ്റർ ജോസഫ്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ എല്ലാവരും ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതൊക്കെ കേട്ടിരിക്കുകയായിരുന്നു. സോ നൗ യു ആർ ഹിയർ ഇൻ സ്റ്റേജ്. ഓവർ ടു യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. നമ്മൾ മറ്റൊരു സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ, ഇതിന് ഇങ്ങനെ ഒരു വ്യത്യസ്തതയുള്ളത് കുറച്ചുകൂടെ ഒരു സുഖം തോന്നുന്നു. എല്ലാവരും നമുക്ക് അറിയുന്ന ആൾക്കാരും കുറവും മറ്റും ക്ലോസ് സർക്യൂട്ടിലുള്ള ആൾക്കാർ മാത്രം ഇവിടെ കൂടിയിരിക്കുന്നു. അപ്പോൾ ഇവരുടെ എല്ലാവരുടെ മുമ്പിൽ മാത്രം നമുക്ക് അങ്ങനെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് പറഞ്ഞില്ലേ അപമാനിക്കല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ സാധിച്ചത് കുറച്ചുകൂടെ സന്തോഷമുണ്ട്. ഇൻസ്റ്റഗ്രാമിലെ കമന്റ് സെക്ഷനിൽ വരുന്ന വേറൊരു പേരുണ്ട്, മന്ത്ലി റിലീസിംഗ് സ്റ്റാർ. മന്ത്ലി സ്റ്റാർ അത് ഞാൻ തന്നെ ഇട്ടതാ. എല്ലാ മാസവും സിനിമ റിലീസ് ഉണ്ടാവും. അപ്പോൾ ഈ കോവിഡിന് ശേഷം നമുക്ക് മൊത്തത്തിലുള്ള ഒരു കൺസേൺ ഉണ്ടായിരുന്നു. എപ്പോഴും വലിയ സ്കെയിലുള്ള സിനിമകളെ ഇനി ഹിറ്റ് ആവുള്ളൂ, വലിയ വമ്പൻ സ്കെയിൽ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ, വമ്പൻ ആക്ഷൻ സീക്വൻസുകളും അങ്ങനെയൊക്കെയുള്ള സിനിമകൾ ഇനി അങ്ങോട്ട് ഹിറ്റ് ആവുള്ളൂ എന്നൊക്കെ പറയുന്ന പോലത്തെ കൺസേൺ എന്നൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ ചെറിയ ചെറിയ ബിഗ് ബഡ്ജറ്റ് സിനിമകളൊക്കെ നമ്മളപ്പോഴും മലയാള സിനിമയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് ഒരിക്കലും വലിയ ബിഗ് സിനിമകളല്ല. മലയാളത്തിൻ്റെ സിനിമയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് ബിഗ് ബഡ്ജറ്റ് സിനിമകളാണ്. ചെറിയ ഒരു ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ക്വാളിറ്റിയുള്ള സിനിമയിൽ ആൾക്കാരെ, പ്രേക്ഷകരെ ചിരിപ്പിക്കുകയോ കരയിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് മലയാള സിനിമ കാലാകാലങ്ങളായിട്ട് ഏറ്റവും മനോഹരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മലയാള സിനിമയ്ക്ക് അങ്ങനെ ഒരു ഫേസ് കുറച്ച് ഡേഞ്ചറിലായിരുന്നു കോവിഡിന് ശേഷം. ഈ പറയുന്ന പോലെ വലിയ സിനിമകളെ ഇനി വർക്കാവത്തുള്ളൂ, തിയേറ്റർ എക്സ്പീരിയൻസ് ആ രീതിയിൽ കൊടുത്താൽ മാത്രമേ ആൾക്കാർ തിയേറ്ററിലേക്ക് വരുള്ളൂ എന്നൊക്കെ പറയുന്ന കൺസേൺസ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് നിൽക്കുന്ന സമയത്താണ് മുളക്കുഴിയുടെ സിനിമയെ ഒരു തിരക്കഥയായിട്ട് ജിത്തു ചേട്ടൻ വിളിക്കുന്നത്, കൃഷ്ണകുമാരേട്ടൻ നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അപ്പോഴൊക്കെ നമുക്കൊരു പ്രതീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ആ സ്റ്റേജിൽ നമ്മളൊരു പോയിന്റിലേക്ക് എത്തും. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നല്ല സിനിമയാണെങ്കിൽ സിനിമയോടും പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അത്യധികമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളൊരു ഇങ്ങനെയാണ് ട്രെൻഡ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനത്തെ സിനിമ മാത്രം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ സക്സസ്ഫുൾ ആവണമെന്നില്ല. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതിൻ്റെ കഥ ആ സമയത്ത് കേൾക്കുന്നത്. അന്ന് ഇപ്പം എല്ലാവരും കൊണ്ടിരുന്ന എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഞാനും വളരെയധികം എൻജോയ് ചെയ്ത് കേട്ട ഒരു സ്ക്രീൻ പ്ലേ ആയിരുന്നു അന്ന് മുളകുഴിയുടെ നരേഷൻ എന്ന് പറയുന്നത്. നേരത്തെ കൃഷ്ണകുമാരനെ പറഞ്ഞ പോലെ ഇത് കുറച്ച് ത്രില്ലർ സിനിമയായിരിക്കും, അല്ലെങ്കിൽ ജിത്തുചേട്ടൻ വിളിക്കുന്ന സിനിമയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ എന്തെങ്കിലും കൊലപാതകയോ അല്ലെങ്കിൽ ഒളിച്ചോ വേറെ എന്തെങ്കിലും ആരെങ്കിലും കൊല്ലുകയോ അല്ലെങ്കിൽ ചെയ്യപ്പെടുകയോ ഡെഡ് ബോഡിയോ ബോൺ ആർട്ടിസ്റ്റ് വല്ലതും ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് അവർ ഇങ്ങനെ ഒരു കോമഡി സിനിമയായിട്ട് വന്നത്. പക്ഷേ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റൈറ്റിംഗ് ആയിരുന്നു ആ സിനിമയിലുണ്ടായിരുന്നത്. അപ്പോൾ അത് വൃത്തിയായിട്ട് ആദ്യം മുതൽ അവസാനം വരെ ഒരു ചെറിയൊരു രസച്ചാലൊരു കണ്ടിന്യൂസ്ലി നമുക്ക് ബാക്ക് ടു ബാക്ക് ഇങ്ങനെ ചിരിപ്പിക്കാനുള്ളൊരു മൊമെൻ്റം ആ സിനിമയിൽ ത്രൂ ഔട്ട് അതിൻ്റെ റൈറ്റർ ഡയറക്ടർ ജിത്തു ചേട്ടനും കൃഷ്ണകുമാരേട്ടനും അതിൻ്റെ അകത്ത് നെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റോളിലേക്ക് ഞാൻ കാസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ ജിത്തു ചേട്ടൻ സ്ഥിരമായിട്ട് ലാലേട്ടനെ വെച്ച് സ്ഥിരം ചെയ്യുന്ന ആളാണ്. അപ്പോൾ പെട്ടെന്ന് എന്തെടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എനിക്കതൊരു മോശമാണ്. ഇനിയിപ്പോൾ ഞാനായിട്ട് ഇനി അത് മോശമാക്കിയിട്ട് ആ സിനിമയെങ്ങാനും മോശമായി ഇതുപോലെ സെലിബ്രേഷനൊന്നും നടത്താൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് എനിക്കൊരു കുറച്ചിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ആ എഫേർട്ട് തീർച്ചയായിട്ടും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഒരു നല്ല സിനിമ ആയതുകൊണ്ട് തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ആ സിനിമയ്ക്ക് ബേസിക്കായിട്ടൊരു ഐഡിയയിൽ തൊട്ട് തന്നെ എല്ലാവരും ഇതിനകത്ത് എൻഗേജ്ഡ് ആവുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ആ തിരിച്ചറിവ് ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആ സിനിമയിൽ പൂർണ്ണമായിട്ടും റിഫ്ലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആദ്യത്തെ ഒരു കൊളാബറേഷൻ ജിത്തു ചേട്ടനുമായിട്ടുള്ള കൃഷ്ണകുമാർ ചേട്ടനുമൊക്കെ ആയിട്ടുള്ള ആ കൊളാബറേഷൻ ആദ്യത്തെ
ആദ്യത്തെ കൊളാബറേഷൻ ഇങ്ങനൊരു സക്സസ് ഒരു സ്റ്റേജിലെത്തി എന്നതിൽ ഒരുപാട് സന്തോഷം. ഈ പറയുന്ന പോലെ ചെറിയ ഒരു ബജറ്റ്, ഈ പറയുന്ന വലിയ ബ്രഹ്മാണ്ഡ സിനിമയൊന്നും അല്ലെങ്കിൽ പോലും നമ്മുടെ സിനിമ നല്ലൊരു വിജയം തിയേറ്ററിൽ നേടാൻ ആൾക്കാർ, നല്ല സിനിമ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ തിയേറ്ററിലേക്ക് വന്ന ആൾക്കാർ ഏറ്റെടുത്തു. നമ്മളുടെ ആ കൺസേണൊക്കെ മാറി. ഇപ്പോൾ മലയാള സിനിമ ഇപ്പോൾ ചെറിയ സിനിമകൾ പോലും കിഷ്കിന്ദ കണ്ട പോലത്തെ സിനിമയാണെങ്കിലും നല്ലതാണെങ്കിൽ 50, 60, 70, 100 കോടികൾ വരെ കിട്ടുന്നതിൽ നിന്നും നമുക്കൊരു മടിയില്ല എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ മലയാള സിനിമ എത്തി നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മുളപ്പൊഴിയുമായിട്ട് ഇവിടെ നമ്മുടെ പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തി നമ്മൾ വിജയിച്ചു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിന്ന എല്ലാ ടെക്നീഷ്യൻസിനും, സതീഷ് ഏട്ടൻ, പ്രശാന്ത് ഏട്ടൻ, വിനായകുണ്ട്, മ്യൂസിക് ഡയറക്ടർ ജയുണ്ട്, പറയുന്ന ലിൻ്റെ ചേച്ചിയുണ്ട്, എല്ലാവർക്കും നന്ദി. ഈ പറയുന്ന വളരെ സന്തോഷത്തോടെ ഷൂട്ട് ചെയ്യുന്ന സിനിമയാണ്. വെരി ഫ്രാങ്ക്, ഈ പറയുന്ന നൈറ്റ് ഷൂട്ടുകളൊക്കെ ആയിരുന്നെങ്കിൽ പോലും ഈ സിനിമ ചെയ്യണം, എല്ലാ ദിവസവും സെറ്റിൽ പോകാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്ന് പോയിട്ട് ഇന്ന് ആ സീനായിരിക്കും, ഇന്ന് ഈ സീനായിരിക്കും, ഇന്ന് ഹോസ്പിറ്റൽ സീനായിരിക്കും, അങ്ങനെ ആലോചിച്ച് എല്ലാ ദിവസവും എക്സൈറ്റഡ് ആയിട്ട് ഷൂട്ടിംഗ് സെറ്റിലേക്ക് പോയിരുന്ന ഒരു സിനിമ കൂടെയാണ്. അപ്പോൾ ഈ പറയുന്ന എല്ലാ ടെക്നീഷ്യൻസിനും ഒപ്പം കൂടെ ഉണ്ടായിരുന്ന എല്ലാ ആക്ടേഴ്സിനും, സിദ്ദിഖ, തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് പഴയ കഥകളൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു. ആ നൈറ്റ് ഷൂട്ടുകളിലൊക്കെ കാറിൽ നമ്മൾ രണ്ടും മാത്രമാണ് കാർ ഓടിച്ചുകൊണ്ടുള്ള സീനുകൾ. അപ്പോൾ വേറെ ആരും സംസാരിക്കാനില്ല, നമ്മൾ തന്നെ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വേറെ നമ്മൾ സംസാരിക്കുക പറയുന്നതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. നമ്മൾ കുറേ കഥകളൊക്കെ പറഞ്ഞ് അതൊക്കെ നല്ല, എനിക്ക് ആക്ച്വലി ഈ പറയുന്ന ഫാൻ ബോയ് മൊമെന്റ്സ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അത് അതിലേക്ക് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും ബൈച്ചേട്ടനാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റൽ സീൻ എടുക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ സിനിമയിൽ എനിക്ക് കോമ്പിനേഷൻ ഉള്ളത് ഗ്രേസും ബൈച്ചേട്ടനുമായിട്ടാണ്. അപ്പോൾ തനിക്ക് റിയൽ ലൈഫിലും ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനൊക്കെ ഇത് തന്നെയാണ്. അപ്പോൾ ഒരു കുറവും ഉണ്ടാവില്ല. പറയുന്ന പോലെ എനിക്ക് ചില സമയത്തൊക്കെ പേടിയാണ് ബൈച്ചേട്ടൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറയാനിരിക്കും പറഞ്ഞിട്ടായിരുന്നു. മിന്നൽ മുരളി ഞാൻ ബൈച്ചേട്ടനെ പേടിപ്പിച്ച് നിർത്തിയതാണ്. ബൈച്ചേട്ടൻ ലേറ്റ് ആയിട്ടൊക്കെ വന്നപ്പോൾ ഇനി മേലെ ലേറ്റ് ആയിട്ട് വന്നാലെന്ന് പറഞ്ഞു. പിന്നെ ബൈച്ചേട്ടൻ എല്ലാ ദിവസവും സമയത്ത് വരും, പേടിപ്പിച്ചാൽ മതി. അതൊക്കെ അത്രേ ഉള്ളൂ. ഒന്ന് ചൂടായാൽ കാരണം മനസ്സിലുള്ളൂ. അപ്പോ അത് കഴിഞ്ഞിട്ട് ടൊവിനോന്റെ അടുത്ത ഒരു ദിവസം ഫ്ലൈറ്റിൽ കഴിഞ്ഞിട്ട് ബസ്സിൽ ഇങ്ങനെ പോവാ ടോവിയും ബൈച്ചേട്ടനും കൂടെ. അപ്പോൾ ബൈച്ചേട്ടൻ വയനാട്ടിലേക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ഒരുമിച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ടൊവിയുടെ അടുത്ത് ബൈച്ചേട്ടൻ പറയാണ്, ഇറങ്ങില്ലേ, എനിക്കാണ് പേടിയാണ് കേട്ടോ എന്ന് ടൊവിനോ പിന്നെ എന്താണ് ഓക്കേ. അപ്പോൾ ബാക്കി എല്ലാ കോ ആക്ടേഴ്സും ഈ പറയുന്ന ഗ്രേസ് ഇവിടെ എത്തിയിട്ടില്ല, നിഖില, അയച്ചേട്ടൻ, സൈച്ചേട്ടൻ, എല്ലാവരും ഈ പറയുന്ന ഒരു ബഞ്ച് ഓഫ് സെറ്റ് ഓഫ് ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. മനോജേട്ടൻ, എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷം. അപ്പോൾ താങ്ക് യു ഒരിക്കൽ കൂടി. മറ്റൊരു സക്സസ് സെലിബ്രേഷനുമായിട്ട് ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ സന്തോഷം. വൈശാഖ് എല്ലാ പടം നമ്മൾ ചെയ്യുന്നതൊക്കെ ഹിറ്റാകുന്നത് വെരി ഗുഡ്. അനീഷേട്ടൻ, നല്ല പോസ്റ്റേഴ്സ്. പിന്നെ എല്ലാവർക്കും വിനായക്, താങ്ക് യു. എല്ലാവർക്കും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു ഒരിക്കൽ കൂടി. പിന്നെ കാറ്റീന, മറ്റേ കൊച്ചിൻ്റെ പേര് എപ്പോഴും ഞാൻ മാറിപ്പോകും. കാറ്റി രണ്ടും കൺഫ്യൂഷനായി. രണ്ടുപേരും പറയുന്ന വളരെ ഇതിൽ ഭയങ്കര ഇൻവോൾവ് ആയിട്ട് പ്രൊഡക്ഷൻ ഹെഡ് ചെയ്യുന്നത് കറ്റീനയാണ്. പറയുന്ന പോലെ GST ഒക്കെ കൃത്യസമയത്ത് അയച്ചു തന്നിരുന്നു. ഇൻവോയ്സ് അങ്ങോട്ട് അയച്ചാൽ അപ്പം തന്നെ ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ നല്ല പ്രൊഡക്ഷനും എല്ലാ രീതിയിലും നന്നായിട്ട്, ഓഫ്കോഴ്സ് സൂര്യചേട്ടൻ, എല്ലാവരും ഈ പറയുന്ന പോലെ വെൽ മാനേജ്ഡ്, വളരെ നീറ്റായിട്ട് പൂർത്തിയാക്കിയ ഒരു സിനിമ ഇവിടെ എത്തി. പ്രണവ്. അപ്പോൾ ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവരും ചേർത്ത് നന്ദി. താങ്ക് യു. താങ്ക് യു സോ മച്ച്. മലയാള സിനിമയുടെ ഒരു വൈഡ് പെർസ്പെക്റ്റീവിലുള്ള വലിയ വലിയ ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കായിരുന്നു അല്ലേ. ആൻഡ് സ്ഥിരമായിട്ട് ബേസിലേക്ക് സ്റ്റേജിൽ വരുമ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ചോദിക്കുന്ന കാര്യമാണ് പാട്ട് പാടുക, അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ടാസ്ക് കൊടുക്കുക. അത്
സ്നേഹത്തോടു കൂടി തന്നെ ചെയ്യാറുണ്ട്. അതെല്ലാം ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വൈറൽ ആവാറുണ്ട്. സോ മേ ബി ഇത് പാട്ട് മാറ്റി പിടിച്ച് നമുക്ക് ഇതിൽ ഡയലോഗ് ആക്കിയാലോ? ബേസിക്കലി ഐ എം എ റിച്ച് മാൻ ഷോ സം റെസ്പെക്ട്. Basically, I'm a rich man, show some respect. സിമ്പിൾ ആയിട്ട് കഴിയും. എന്നിട്ട് പിന്നെ നമുക്ക് പാട്ടിലേക്ക് തന്നെ പോവാം. രണ്ടുപേരും പാട്ട് വിടാം. രണ്ടുപേരും പാട്ട്. അതുകൂടെ ഇല്ലെങ്കിൽ ഒരു സുഖമില്ല. Hallelujah. Thank you so much.